വാർത്തയിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വരുമ്പോൾ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് കടുത്ത നയതന്ത്ര നീക്കത്തിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. അപൂർവ നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഔദ്യോഗിക സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. പക്ഷേ കോൺഗ്രസ് നൽകിയ സംഘത്തിൻ്റെ ലിസ്റ്റിൽ തരൂരിൻ്റെ പേരില്ല. US, UK അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെയാണ് ശശി തരൂർ നയിക്കുകയെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ ആഗോളതലത്തിൽ പരമാവധി ഒറ്റപ്പെടുത്തുകയാണ് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിലൂടെയുള്ള പര്യടനത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ജോൺ ബ്രിട്ടാസ്, കരിമൊഴി എന്നിവരും ഈ സംഘത്തിലുണ്ടാകും. സംഘങ്ങൾ അടുത്തയാഴ്ച ഡൽഹിയിൽ യോഗം ചേരും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇവരുമായി കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര നീക്കവുമായി സഹകരിക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രങ്ങളിൽ പോയി ഇന്ത്യയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ശരിയായൊരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ അതിനോട് സഹകരിക്കാനാണ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഏതൊക്കെ രാജ്യത്തേക്ക് ആരൊക്കെ പോകുന്നു, ഓരോ ടീമിലുള്ള മെമ്പർമാരുടെ വിശദാംശങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. പോകണമെന്നുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവിടെ നിന്നുള്ളൊരു ആവശ്യം, റിക്വസ്റ്റ് വന്നിരുന്നു. അത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം ഇന്ത്യയിലില്ല. ഇതാണ് ജോൺ ബ്രിട്ടാസ്. പ്രതിപക്ഷ കക്ഷികളടക്കം കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തെ പൊതുവിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതുവരെയുള്ള ചിത്രം. കാരണം ഒരു അസാധാരണ, ഏറെ താല്പര്യമുണ്ടാകുന്ന ഒരു നീക്കം കൂടിയായി ഇത് മാറുകയാണ്. അതേസമയം തരൂരിനെ ഉൾക്കൊള്ളിച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്നതുകൂടിയാണ് കോൺഗ്രസിന്റെ ലിസ്റ്റിൽ തരൂരിന്റെ പേരില്ല എന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. കിരൺ ബാബു ചേരുന്നു. കിരൺ, കേന്ദ്ര സർക്കാരിന്റെ നീക്കം അതൊരു പുതിയ നീക്കമാണ്, പൊതുവിൽ സ്വാഗതം ചെയ്യപ്പെട്ട നീക്കമാണ്. പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നതുമുണ്ട്. കോൺഗ്രസ് അടക്കം ലിസ്റ്റ് കൈമാറിയിട്ടുമുണ്ട്. പക്ഷേ കോൺഗ്രസ് കൈമാറിയ ലിസ്റ്റിൽ തരൂരില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ തരൂരിനെ ഏറ്റെടുക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ലിസ്റ്റിൽ തരൂരിൻ്റെ പേരുണ്ട് താനും. എവിടെയാണ് ഈ ആശയക്കുഴപ്പം സംഭവിച്ചത്? യഥാർത്ഥത്തിൽ തരൂരും കോൺഗ്രസും പാർട്ടിയും തമ്മിലുള്ള തർക്കം ഒന്നുകൂടി രൂക്ഷമാക്കുമോ ഈ സാഹചര്യം? സജിത്തെ, നമുക്കിതിനെ ആശയക്കുഴപ്പം എന്ന മട്ടിലൊന്നും കാണാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ വളരെ തന്ത്രപൂർവ്വമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് വേണം കാണാൻ. പക്ഷെ അതിന് മറുപടി നൽകാൻ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് മാറാൻ കോൺഗ്രസ് കഴിഞ്ഞില്ല എന്നതുകൂടി വേണമെങ്കിൽ കാണാം. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു ലിസ്റ്റ് ആവശ്യപ്പെടുന്നു കോൺഗ്രസിനോട്. ആ ലിസ്റ്റിനകത്ത് തരൂരിന്റെ പേരില്ല. പ്രധാനമായും ആനന്ദ് ശർമ്മയുടെയും ഗൗരവ് ഗൊഗോയുടെയും സയ്യിദ് നസീർ ഹുസൈന്റെയും രാജാ ബ്രാറിന്റെയും പേരാണ് കൊടുക്കുന്നത്. രാജ്യസഭയിൽ നിന്നും ലോക്സഭയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 4 നേതാക്കളുടെ തന്നെയാണ് ഇങ്ങനെയൊക്കെ അയക്കാൻ യോഗ്യരായ അല്ലെങ്കിൽ ആ ക്രെഡൻഷ്യലുള്ള നേതാക്കളുടെ പേര് തന്നെയാണ് കോൺഗ്രസ് നൽകിയത്. പക്ഷേ തരൂരിനെ പോലെ പ്രധാനപ്പെട്ട ഒരു പേര് കോൺഗ്രസ് ഒഴിവാക്കുന്നു. പക്ഷേ ഈ കോൺഗ്രസ് പേര് നൽകുമ്പോൾ തന്നെ സമാന്തരമായി തന്നെ ഔദ്യോഗികമായ ലിസ്റ്റ് ഇവരുടെ പുറത്തു വരുന്നു. ആ ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേരാണുള്ളത്. ഈ കോൺഗ്രസ് നൽകിയ പേരല്ല ഉള്ളത്. അതിനുശേഷം കോൺഗ്രസ് നൽകിയത് ഈ പേരുകളാണ് എന്ന മട്ടിലേക്ക് ജയറാം രമേശിന്റെ ഒരു ട്വീറ്റ് വരുന്നു. ചിലപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പിന്നീട് അത് അനൌദ്യോഗികമായി പുറത്തുവിടാനുള്ള സാധ്യതയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസ് ആ നിലപാട് എടുത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും കേന്ദ്ര സർക്കാരും BJP തന്ത്രപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പലപ്പോഴും കോൺഗ്രസിന്റെ പൊതു നിലപാടിൽ നിന്ന് അല്പം വ്യത്യസ്തമായ നിലപാടാണ് ഈ ഇന്ത്യ പാക് സംഘർഷ സമയത്തൊക്കെ ശശി തരൂർ സ്വീകരിച്ചത്. ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ കൂടുതൽ യോജിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അനുകൂലിക്കുന്ന എന്ന മട്ടിലുള്ള നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചത്. എന്നാൽ അങ്ങനെയാണോ എന്ന് പ്രത്യക്ഷിച്ച് ചോദിച്ചാൽ അതല്ല. അത് രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിനായി രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും യോജിച്ചല്ലേ നിൽക്കുന്നത്. ആ നിലപാടാണ് തന്റെ നിലപാട് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന നിലപാടുകളാണ് തരൂർ സ്വീകരിച്ചത്. പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു നടപടിയോ അല്ലെങ്കിൽ ഒരു ചോദ്യമോ വരരുത്. എന്നാൽ പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് എന്നത് ജനത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പൊതുവെ ബോധ്യപ്പെടുകയും വേണം എന്നുള്ള മട്ടിലായിരുന്നു തരൂരിന്റെ പ്രതികരണങ്ങൾ. ഇതുതന്നെയാണ് കൃത്യമായി BJPയും ആയുധമാക്കിയത്. BJP അതുകൊണ്ട് തന്നെ തരൂരിന് ഏറ്റവും സുപ്രധാനമായ രാജ്യങ്ങളിലേക്ക്, അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള പ്രധാനപ്പെട്ട 5 രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തെ നയിക്കാൻ തരൂരിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു സംഭവമാണ്. ഒരു നയതന്ത്ര നീക്കത്തിന് ചില പ്രതിപക്ഷ MPമാരെയൊക്കെ വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നയതന്ത്ര നീക്കത്തിന് ഔദ്യോഗികമായി ഒരു സംഘത്തെ അയക്കുമ്പോൾ ആ സംഘത്തിൽ പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ ഉൾപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പുതിയ കീഴ്വഴക്കം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. അതിൽ കോൺഗ്രസിനോട് ഔദ്യോഗികമായി പേര് ചോദിക്കുമ്പോൾ അവർ പറയാത്ത പേര് ഉൾപ്പെടുത്തുന്നു. മറ്റ് NCPയോടും അതോടൊപ്പം തന്നെ DMKയോടും CPMനോടും ഒക്കെ ചോദിക്കുന്ന പേരുകളിൽ അതാത് പേരുകൾ തന്നെ, അവരുടെ പേരുകൾ തന്നെ, പ്രധാനപ്പെട്ട പേരുകൾ തന്നെ ഉൾപ്പെടുത്തുകയും കോൺഗ്രസിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും BJPയും സ്വതന്ത്രമായ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ആ തീരുമാനത്തെ ശശി തരൂർ അംഗീകരിക്കുകയും ചെയ്യുന്നു.
ഇതോടുകൂടി തരൂരിനെ എന്തുകൊണ്ട് തരൂരിന്റെ പേര് കോൺഗ്രസ് കൊടുത്തില്ല എന്നൊരു ചോദ്യം കോൺഗ്രസിന് നേരെ ഉയരാനുള്ള പ്രധാനപ്പെട്ട സാധ്യതയുണ്ട്. കാരണം ഇത്തരമൊരു വിദേശ നയതന്ത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ 4 പേരുടെ പേരുകൾ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് സ്വാഭാവികമായും ശശി തരൂരിനെ പോലെ ഈ രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള, ഈ രംഗത്ത് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്കിടയിലൊക്കെ ആ തരത്തിലേക്കുള്ള ബന്ധമൊക്കെയുള്ള ഒരു എംപിയുടെ പേര്, ഒരു നേതാവിന്റെ പേര് കോൺഗ്രസ് സ്വാഭാവികമായും ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. അത് ഉൾപ്പെടുത്തിയില്ല. അങ്ങനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ രാജ്യ താല്പര്യത്തിന് വേണ്ടി കോൺഗ്രസിനെ പോലെയല്ല, ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ശശി തരൂരിന്റെ പേര് ഒഴിവാക്കിയത് എന്ന മട്ടിലുള്ള വ്യാഖ്യാനമൊക്കെ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ വരാനുള്ള സാധ്യതയുമുണ്ട്. തരൂർ എന്തായാലും ഈ അവസരത്തിൽ, തരൂരിന് കിട്ടിയ അവസരത്തെ ആ തരത്തിൽ തന്നെയാണ്, അതിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ഉപയോഗിക്കും, ഞാൻ അതിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്.